ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കുമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ. അതായത് കുനാഫയുടെ ഡോ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുനാഫയുടെ ഡോ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം. വളരെ ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവില്ലേ ഈ കുനാഫ എന്താണെന്ന്, നമ്മുടെ നാട്ടിലുള്ളവർക്ക് പ്രത്യേകിച്ചും. കുനാഫ എന്ന് പറയുന്നത് ഒരു അറബിക് സ്വീറ്റാണ്. മിഡിൽ ഈസ്റ്റിലൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു സ്വീറ്റാണ് കേട്ടോ ഈ ഒരു കുനാഫ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമ്മുടെ നാട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ട് ഈ ഒരു കുനാഫയുടെ ഡോ കിട്ടൂല എന്നുള്ളൊരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ പലരും ഇത് സേമിയ വെച്ചിട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ നല്ല പെർഫെക്റ്റിലും നല്ല ടേസ്റ്റിലും ഈ ഒരു ഒറിജിനൽ കുനാഫയുടെ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ കുനാഫയുടെ ഡോ വെച്ചിട്ട് തന്നെ ചെയ്യണം. അത് സേമിയ വെച്ചിട്ട് ചെയ്യുമ്പോഴൊന്നും ഒട്ടും കിട്ടൂല. അപ്പം ഇന്ന് ഞാൻ കുനാഫയുടെ ഡോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് വെച്ചിട്ട് കുനാഫ ചെയ്യണതും കാണിക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് പറയണേ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് എങ്ങനെ കുനാഫയുടെ ഡോ ഉണ്ടാക്കാമെന്ന് ഈ ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. പിന്നെ വേറൊരു കാര്യം ആദ്യം തന്നെ പറയട്ടെ, ഞാനിത് ഫസ്റ്റ് പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഫ്ലോപ്പായിരുന്നു. രണ്ടാമത്തെ തവണയാണ് കേട്ടോ ഇത് സക്സസ് ആയത്. അപ്പോൾ ഫസ്റ്റത്തെ തവണ ആരുടെയെങ്കിലും ഫ്ലോപ്പായാൽ ഒട്ടും പേടിക്കണ്ട, രണ്ടാമത്തെ തവണ എന്തായാലും കറക്റ്റാവും. അത് ഞാനെടുത്ത മെഷർമെൻറ്റിൻ്റെ ഒരു ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും അളവ് വ്യത്യാസപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എടുക്കണ അതേ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ, എങ്കിലേ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാമല്ലേ. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പൊടികൾ ഇടാണ്ട്. അപ്പോൾ ആദ്യം പൊടികൾ ഇട്ടാൽ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് കട്ട കുത്തി കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ 2 തവണയായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി 1 കപ്പ് മൈദ മാവും പിന്നെ 1/2 കപ്പ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളൊരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് 2 ട്രിപ്പായിട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മൊത്തത്തിൽ ഞാനിവിടെ ഒരു 2 കപ്പ് മൈദയും 1 കപ്പ് കോൺഫ്ലവറും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 4 ടേബിൾ സ്പൂൺ അതായത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 2 കപ്പ് വെള്ളം. അപ്പോൾ 2 തവണയായിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി ഇത് അവിടെ ആയിട്ട് കുറച്ച് കട്ടകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് അരിച്ച് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ഒരു അരിപ്പയിലൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ അത് കണ്ടോ, ഇത് നന്നായിട്ട് ഒട്ടും കട്ടയൊന്നും ഇല്ലാത്തൊരു ബാറ്ററായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് വേണ്ടത് ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു കവറോ അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗോ അതെന്തെങ്കിലും വേണം. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ ഒരു ബോട്ടിലെടുത്തിട്ടുണ്ട്. ഇത് മോര് വാങ്ങിക്കണ ബോട്ടിലുണ്ടല്ലോ, അതാണ്. അതിൻ്റെ മുകളിലായിട്ട് ഇത് അതുപോലെ സേഫ്റ്റി പിൻ വെച്ചിട്ട് ഞാനൊരു 3 ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയ ഹോളായിരിക്കണം കേട്ടോ. ഇത് കണ്ടോ, വളരെ ചെറിയ ഹോളായിരിക്കണം. ഒന്നുകിൽ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചുറ്റിച്ചെടുക്കാം ഒരു പാനിലോട്ട്. അപ്പോൾ കുനാഫയുടെ ഡോ എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള നൂല് പോലുള്ള ഡോ ആയിരിക്കും. അപ്പോൾ വളരെ ചെറിയ ഹോൾ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് അത്ര ഈസി ആയിട്ട് തോന്നിയില്ല. അപ്പോൾ അതിൻ്റെ മുമ്പും ഞാനൊരു പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അതാണ് കേട്ടോ ഈസി ആയിട്ട് തോന്നിയത്. ഈ ഒരു ബോട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് പൈപ്പിംഗ് ബാഗോ അല്ലെങ്കിൽ നമ്മൾ പാലൊക്കെ കൊണ്ടുവരുന്ന കവറുണ്ടല്ലോ, അതിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ബാക്കിൽ ഒരു റബ്ബർ ബാൻഡൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാനും പറ്റും കേട്ടോ. ഞാൻ ഇതുപോലെ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് ചെയ്ത് നോക്കി, പക്ഷെ എനിക്ക് അത്ര ഈസി ആയിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ ഒരു പഞ്ചസാരൻ്റെ കവറ് ഇതുപോലൊരു പൈപ്പിംഗ് ബാഗാക്കി എടുത്ത് മാറ്റിയതാണ്. ഇത് കണ്ടോ, ഞാൻ പൈപ്പിംഗ് ബാഗ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ട്രിപ്പാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. ഇനി ഞാൻ ഒരു തവണയും കൂടെ ബാറ്റർ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ചെറിയ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഇത് മതിയാവും. മധുരമല്ലേ, നമ്മൾ അധികമൊന്നും കഴിക്കൂലല്ലോ. പിന്നെ ഒരു 7-8 ആളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ
നമുക്ക് കുറച്ചും കൂടെ വേണ്ടി വരും. അപ്പോൾ ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഒരുമിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരിത്തിരിയും കൂടി സുഖമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റം കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കാരണം ഞാൻ നേരത്തെ ഇപ്പോൾ നിറച്ച് വെച്ചില്ലേ, ആ ബാറ്ററിൻ്റെ കവർ ഞാൻ കട്ട് ചെയ്തെടുത്തപ്പം ഇത്തിരി കൂടിപ്പോയ പോലെ തോന്നി. ഞാൻ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ ഞാനപ്പോൾ വേറൊരു കവറിലേക്ക് ഒഴിച്ചു കൊടുത്താണ് കേട്ടോ അത്. അപ്പോൾ അത് കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടായ പാനിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. നൂലായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സെക്കൻഡുകൾ കഴിയുമ്പോൾ തന്നെ അതിങ്ങനെ ആ ഒരു പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പോലെ തോന്നും. കണ്ടോ, ഇത്രയും വേവായാൽ മതി കേട്ടോ. കാരണം വളരെ തിന്നായിട്ടല്ലേ നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കണുള്ളൂ. പെട്ടെന്ന് തന്നെ വേവായിട്ട് വരും. അപ്പോൾ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതുപോലെ എല്ലാം ചെയ്തെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതുപോലെ ചെയ്യുക. ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓയിൽ തൂത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഇനി നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് ഇത്തിരിയും കൂടെ സുഖമായിരിക്കും. പിന്നെ നമ്മൾ ദോശത്തവയിൽ വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടൊരു ഇത്തിരി ബുദ്ധിമുട്ടാവും. അപ്പോൾ കൂടുതലും നോൺ സ്റ്റിക്ക് തവയിൽ തന്നെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പിടുത്തല്ല എന്തെങ്കിലും ഒരു തവയിൽ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോഴായിരിക്കും സുഖമായിട്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാനായിട്ട് കൂടുതൽ സുഖമായിരിക്കും. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും ഡോ കിട്ടണമെങ്കിൽ എത്ര നേരം നിന്ന് ഇതുപോലെ ചെയ്തെടുക്കേണ്ടി വരും എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞാനങ്ങനെ വിചാരിച്ചു കേട്ടോ. പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ 2 തവണ ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഡോ ഉണ്ടാക്കാനായിട്ട് ഏകദേശം ഒരു അരമണിക്കൂറേ വേണ്ടി വന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത്ര പെട്ടെന്ന് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എത്ര ഈസി ആയിട്ടാണ് അല്ലേ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റണത്. അപ്പോൾ ഇനി നാട്ടിലുള്ളവരും കുനാഫ ഉണ്ടാക്കാതിരിക്കണ്ട, എല്ലാവരും കുനാഫ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇനി സേമിയ വെച്ചിട്ടൊന്നും കുനാഫ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ഡോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമ്പം എന്തിനാണല്ലേ സേമിയ വെച്ചിട്ട് കുനാഫ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ പറയുക. അപ്പോൾ ഈ ഒരു ഡോ ഉണ്ടാക്കിയത് ഞാൻ രാത്രിക്കാണ് കേട്ടോ. അപ്പോൾ ഈ രാത്രിക്ക് ഞാൻ കുനാഫ ഉണ്ടാക്കണില്ല, രാവിലെയാണ് കുനാഫ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതൊരു സിപ്പ് ലോക്ക് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് മാസങ്ങളോളം അത് കേടുകൂടാണ്ടിരിക്കും കേട്ടോ. അപ്പം പെട്ടെന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താലും മതി. ഇനി പിറ്റേ ദിവസം ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു സിപ്പ് ലോക്ക് കവറിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുത്തത്. ഇതുപോലെ തന്നെ നന്നായിട്ട് ചൂടൊക്കെ പെട്ടെന്ന് തന്നെ മാറും. ഇത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഒരു സിപ്പ് ലോക്ക് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഇനി ഒരുപാട് ദിവസം സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ തന്നെ ഫ്രീസറിൽ വെച്ചിട്ടാണ് സൂക്ഷിക്കേണ്ടത്. എങ്കിലും കേടുകൂടാണ്ടിരിക്കുള്ളൂ കേട്ടോ. താഴത്തെ തട്ടിൽ വെക്കരുത്. ഫ്രീസറിൽ വെച്ചാൽ കുറേ നാൾ കേടൊന്നും വരാതെ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുനാഫയുടെ ഡോ ഉണ്ടാക്കണ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം കുനാഫ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അടുത്ത് തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ ചിലപ്പം അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കാണുക. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് പറയുക. അപ്പോൾ ഇനി വീണ്ടും പുതിയ നല്ല റെസിപ്പീസുമായി കാണാം. ഉടൻ തന്നെ നമ്മുടെ കുനാഫയുടെ വീഡിയോ ആയിട്ട് വരാം. അതും സിമ്പിളായിട്ടുള്ളൊരു കുനാഫ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നിങ്ങളോട് പറയാം. അപ്പോൾ ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി വരാം. അതുവരെ താങ്ക് യു.